ാണ് മീനമ്മ. അപ്പോൾ നമുക്കാണ് ടുഡേ ദി ഇൻഫേമസ് തൈര് സാദം വത്തക്കുളമ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്ക് തൈര് സാദം വത്തക്കുളമ്പ് ജനിച്ചു കഴിഞ്ഞാൽ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് വരെ അമ്മയുടെ പാല് കുടിക്കും. അത് കഴിഞ്ഞാൽ പാല് കുടിക്കുന്നവരാണെങ്കിൽ മരണം വരെ കുടിക്കുന്നത് പശുവിന്റെ പാലാണ്. അപ്പൊ അമ്മയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് പശുവിനെ കാണുന്നത്. I was almost always insecure because എന്റെ കൂടെ നിൽക്കുന്നവരെ ഓൾവേസ് വേറെ പെണ്ണുങ്ങളായിരുന്നു നോക്കുന്നത്. I had a huge crush on him. ഇപ്പൊ എന്തെങ്കിലും കൈ കടിക്കുന്നവരെ he hold everything. എന്നോട് പറയും നീങ്ക വന്നാ മട്ടും പോതുങ്ക. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അത് എന്നെ വേറൊന്നും കണ്ടിട്ടൊന്നുമല്ല. എന്താ പറയുക, എന്റെ ഒന്നും കണ്ടിട്ടൊന്നുമല്ല, എന്റെ വേറൊന്നും കണ്ടിട്ടൊന്നുമല്ല എന്നെ ഇഷ്ടപ്പെട്ടത്. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്തും ചെയ്യും, ത്യാഗം ചെയ്യുന്നവനാണ് അശ്വിൻ എന്നാണ് ഇവിടെ ദിയാമജി പറയുന്നത്. എന്തായാലും ദിയ ചേച്ചി ഇപ്പോൾ എന്താ പറയുക, മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ എൻ്റെ വീട്ടില് സിന്ധു എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്, അച്ഛനെന്ന് വിളിക്കാൻ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അവരെ അല്ലാതെ ഞാൻ വേറെ ആരെയും വിളിക്കത്തില്ല എന്ന അഹങ്കാര മനോഭാവത്തോടു കൂടി പറഞ്ഞിരുന്ന ദിയ കൃഷ്ണ ഒടുവിൽ മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? അതായത് സ്വന്തമായി അച്ഛനും അമ്മയും ഇല്ലാത്തവർ മറ്റുള്ളവരെ പോയി അച്ഛൻ അമ്മയെന്ന് വിളിക്കുന്നു പറഞ്ഞ ആ ഒരു പരാമർശത്തിനാണ് ഈ പറയുന്ന ദിയ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു കാര്യത്തിനും ദിയ കൃഷ്ണ മാപ്പ് പറഞ്ഞിട്ടില്ല. അപ്പൊ മാപ്പ് എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി പറയാവുന്ന ഒന്നായതുകൊണ്ട് തന്നെ ദിയ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ബാക്കിയൊക്കെ എൻ്റെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞതിനോട് ഞാൻ ഉറച്ചു നിൽക്കുന്നു, 100% ഉറച്ചു നിൽക്കുന്നു എന്നാണ് ദിയ അവിടെ പറയുന്നത്. മറ്റൊരു അമ്മമാരെയും ഞാൻ അമ്മയെന്ന് വിളിക്കത്തില്ല, അവരെ ആന്റി എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പേരെടുത്ത് ഞാൻ വിളിക്കും. ഒരിക്കലും എൻ്റെ അമ്മ സിന്ധു ചേച്ചി അല്ലാതെ കൃഷ്ണകുമാറിനെ അല്ലാതെ അച്ഛനമ്മയെന്ന് വേറെ ആരെയും വിളിക്കത്തില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഇവിടെ ദിയ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ദിയയ്ക്കെതിരെ നിരവധി സൈബർ അറ്റാക്ക് ആണ് എത്തുന്നത് എങ്കിലും ദിയ ഈ പറഞ്ഞ പരാമർശത്തോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ദിയയുടെ അച്ഛൻ ഈ പറയുന്ന പശുക്കളെ വരെ എന്താ പറയാ ഗോമാതാവ് എന്ന് വിളിക്കും. അപ്പം മക്കൾക്ക് അത് വിളിച്ചാൽ എന്താണ് എന്നുള്ളത് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ കൃഷ്ണകുമാർ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കിയേ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് വരെ അമ്മയുടെ പാല് കുടിക്കും. അത് കഴിഞ്ഞാൽ പാല് കുടിക്കുന്നവരാണെങ്കിൽ മരണം വരെ കുടിക്കുന്നത് പശുവിന്റെ പാലാണ്. അപ്പൊ അമ്മയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് പശുവിനെ കാണുന്നത്. അതെ, ഗോ മാതാവാണ് പശു. ഓക്കെ, പക്ഷെ ഇവിടെ ഈ ദിയ ഈ ഗോമാതാവിനെ ഗോമാതാവെന്ന് വിളിക്കുമോ അതോ ഗോ ആന്റി എന്ന് വിളിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ പറയുന്ന കൃഷ്ണകുമാർ ഗോമാതാവ് എന്ന് തന്നെയാണ് വിളിക്കാറ്. വഴിയിലുള്ളവരെയും എന്താ പറയാ അച്ഛനമ്മയെന്നൊന്നും വിളിക്കത്തില്ല. കഷ്ടം. എന്താണോ പുതുതലമുറയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ പറയുന്ന ദിയ കൃഷ്ണ കഴിഞ്ഞ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം നെഗറ്റീവ് കമന്റ് കേൾക്കുമ്പോഴേ ഈ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടത്തില്ല, അപ്പൊ തന്നെ മറുപടിയാണ്. ഇവരെ നേരത്തെ ഇഷ്ടപ്പെട്ടവരാണ്, ഇവരെ ചേർത്ത് പിടിച്ചവരാണ് നിരവധി ആൾക്കാർ. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ ചേർത്ത് പിടിച്ചവരാണ്. അവരെ കാണുമ്പോൾ ഇപ്പൊ ഇവർക്ക് അങ്ങ് ഉറഞ്ഞു തുള്ളുകയാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു വീഡിയോയ്ക്ക് താഴെ ഇവര് മറ്റേ അശ്വിനും ഈ പറയുന്ന ദിയയോട് ഒരു ഡാൻസ് കളിച്ചോണ്ടൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയ്ക്ക് താഴെ ഒരാൾ വന്നൊരു കമന്റ് ഇട്ടു. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: അശ്വിന്റെ അമ്മ ആണെന്നേ തോന്നു ദിയെ കണ്ട എന്ന് പറഞ്ഞൊരു കമന്റ് ആണ് ഒരാൾ ഇട്ടത്. അതൊരു സ്ത്രീ തന്നെയാണ് ഇട്ടത്. ഉടനെ അവരുടെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചിട്ട് ഈ പറയുന്ന ദിയ എഴുതിയിരിക്കുകയാണ്: Give me your address. I will courier a nice quality mirror for you. Look at every morning എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എഴുതിയിട്ടിരിക്കുകയാണ്. അതായത് ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് തന്നാൽ ഞാൻ ഒരു മിറർ അങ്ങോട്ട് അയച്ചു തരാം, രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കണ്ണാടി നോക്കുന്നു പറഞ്ഞുകൊണ്ട് അവരോട് പറയുകയാണ്. അല്ല, ഇവിടെ ഒരാളൊരു കമന്റ് ഇട്ടപ്പോൾ ആ കമന്റ് പോലും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് പോലും ഈ പറയുന്ന ദിയയ്ക്കില്ല. അവിടെയും മറ്റുള്ളവരെയാണ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കമന്റിന് മറുപടി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഈ പറയുന്ന ദിയ കല്യാണത്തിന് മുമ്പ് ഈ പറയുന്ന അമ്മയെ വിളിച്ചിരുന്നത്, അശ്വിന്റെ അമ്മയെ വിളിച്ചിരിക്കുന്നത് മീനമ്മ തന്നെയാണ്. അത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അത് ആന്റിയായിട്ട് മാറുകയാണ് ചെയ്തത്. എന്തായാലും അതൊന്ന് കണ്ടു നോക്കിയത് നിങ്ങൾ. മീനമ്മ. അപ്പോൾ നമുക്കാണ് ടുഡേ ദി ഇൻഫേമസ് തൈര് സാദം വത്തക്കുളമ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്ക് തൈര് സാദം വത്തക്കുളമ്പ് തൈര് സാറ് മത്തക്കുളമ്പ് ഉണ്ടാക്കിയത് മീനമ്മയാണ്. തൈര് സാറ് മത്തക്കുളമ്പ് കൊടുത്തതും മീനമ്മ തന്നെയാണ്. അതെന്നായിരുന്നു? കല്യാണത്തിന് മുമ്പ്. ആ കല്യാണത്തിന്റെ ആ ഒരു സമയമൊക്കെ തൈര് സാറ് മത്തക്കുളമ്പ് ഉണ്ടാക്കിയത് മീനമ്മയായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അത് ആന്റിയായി അങ്കിളായി മാറുകയാണ്. ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ആന്റി അങ്കിളായി മാറി. ആന്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ഫുഡ്? അങ്കിളിന് ലഞ്ചാണോ ഡിന്നറാണോ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ? ആന്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ഫുഡ്? അങ്കിളിന് ഡിന്നറാണോ? എന്താണ് ഇഷ്ടപ്പെട്ടത്? അപ്പൊ അങ്കിൾ ആന്റി അന്നേരം ആയി കേട്ടോ. പിന്നെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം മുമ്പ് എന്താണ് മീനമ്മ എന്നൊക്കെ വിളിക്കുമെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ്
ആന്റി അങ്കിൾ എന്നേ വിളിക്കത്തുള്ളൂ. എന്റെ വീട്ടിൽ ഇരിപ്പുണ്ടെന്നേ രണ്ടുപേര്, അവരെ അല്ലാതെ ഞാൻ വേറെ ആരെയും വിളിക്കത്തില്ല. പിന്നെ അച്ഛനും അമ്മയും ഇല്ലാത്തവർ പോയി മറ്റുള്ളവരെയൊക്കെ പോയി വിളിക്കേ. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ ഈ പറയുന്ന ദിയ. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അഹങ്കാരം അങ്ങേ മൂത്ത് കിടക്കുകയാണ്. ഓക്കെ, ഈ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ഈ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്താ പറയുക, എന്റെ അമ്മയല്ലാതെ മറ്റാരെയും അമ്മയെന്ന് വിളിക്കത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മറ്റാരോ വെച്ചതാണ്. അതിനെ ഷെയർ ചെയ്തിട്ട് അവിടെ പുള്ളിക്കാരി ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്, ഞാൻ മലയാളത്തിൽ വായിക്കാം. എനിക്ക് നട്ടലുണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കും. ഓക്കെ, അത് നല്ല കാര്യം തന്നെയാണ്. എനിക്കെതിരെയുള്ള കുറച്ച് പ്രതികരണം വീഡിയോ പോലും എൻ്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ മാറ്റില്ല. അതായത് ആരൊക്കെ എന്തൊക്കെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും പുള്ളിക്കാരിയുടെ തീരുമാനത്തിൽ നിന്ന് പുള്ളിക്കാരി മാറത്തില്ലെന്നാണ് പറയുന്നത്. മാറണ്ട, പിടിച്ചു തന്നെ നിൽക്കൂ, എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ മാറും, അന്ന് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ പറയും. ഓക്കെ, ഞങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർക്ക് ഞാൻ ആരാണെന്നും എല്ലാവരോടും എങ്ങനെ പെരുമാറുമെന്നും അറിയാം. അത് ഇവർ പറഞ്ഞില്ലേ, അത് അറിയാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ അറിയാവുന്നവർ തന്നെയാണ് ഈ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മറ്റേ ആർക്കാണ് അറിയാവുന്നത് എനിക്കറിയത്തില്ല. അറിയാവുന്നവർ തന്നെയാണ് പറയുന്നത് ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, അപ്പൊ അവർ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ വിളിക്കരുതെന്ന്. ഓക്കെ, ഇനി അടുത്തത്, നമ്മൾ ആരെ എന്ത് വിളിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നതല്ല ബഹുമാനം. ആഹാ, നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. അതുകൊണ്ട് അത് നല്ലൊരു പോയിന്റാണ്. ഇനിയാണ് നിങ്ങൾ കാണേണ്ടത്. അത് അവരോട് എത്ര നന്നായി പെരുമാറുമെന്നും അവരുടെ ബിസിനസ്സിൽ ഞാൻ എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അശ്വിനും മാതാപിതാക്കൾക്കും അറിയാം. 100% എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അതായത് അശ്വിന്റെ ബിസിനസ്സിന് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയും ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇത് ആരെങ്കിലും ചോദിച്ചോ? നീ അവരുടെ അച്ഛനെയും അമ്മയും പിന്നെ ആന്റി അങ്കിൾ എന്ന് വിളിച്ചത് മാത്രമേ ആൾക്കാർ ചോദിച്ചുള്ളൂ. പക്ഷെ നീ ബിസിനസ്സിന് സഹായിച്ച കാര്യമൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ആ കുടുംബത്തെ നാറ്റിക്കുകയല്ലേ. ഇവിടെ സത്യത്തിൽ അശ്വിന്റെ റോൾ എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും ഈ അശ്വിനെ കുറിച്ച് ആൾക്കാർ ഓരോന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ വീട്ടിലെ ദേഹണ്യക്കാരനാണോടാ, നീ പാചകക്കാരനാണോടാ, നിനക്ക് അവിടെ എന്താടാ, നിനക്കൊരു വിലയില്ലാത്തടത്ത് നീ എന്തിനാടാ താമസിക്കുന്നത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതെന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രാവിലെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ 12 മണി ഉറങ്ങും. ആര് വന്ന് ബെല്ലടിച്ചാലും ബെല്ലടി കേൾക്കുന്നത് ഞാനാ. ഇവ ഒരിക്കലും ആ ബെല്ലടി പറ്റില്ല. എനിക്ക് നോക്ക് ചെയ്താൽ പോലും ഡോറിൽ ഹാളിൽ അവിടെ നോക്കി ഞാൻ അറിയും. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അപ്പൊ തന്നെ പറയും ഡോറിൽ ആരും ഉണ്ട് പൊക്കോ എന്ന് പറയും. അവ അപ്പ എണീച്ച് പോയി ഡോർ തുറന്ന് എല്ലാം ഹാൻഡിൽ ചെയ്യും. ചില സമയത്തൊക്കെ കരഞ്ഞോണ്ടാണ് പോകുന്നത്, സന്തോഷത്തോടെ അല്ല കരഞ്ഞോണ്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും പോവും. ആ ഒരു കാര്യം അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇവന് വേണ്ടി എണീച്ചിരിക്കുന്ന പോലെ ഇവൻ കുറെ പ്രാവശ്യം എനിക്ക് വേണ്ടി എണീച്ചിരുന്നിട്ടുണ്ട്. അതുണ്ട്, എനിക്ക് വേണ്ടി എണീച്ചിരുന്നിട്ടുണ്ട്. അതെ, അമ്മച്ചി ഇവിടെ കിടക്കത്തേ ഉള്ളൂ. എന്നിട്ട് പറയും ബെല്ല് ഹോളിംബിൽ ആരെല്ലാം അടിച്ചാൽ പോയി നോക്കട ഉറക്കെ പോയി ഇവള് കിടക്കും, അവനെ പറഞ്ഞു വിടും. ഇതാണ് ചെയ്യുന്നതെന്നാണ് പുള്ളിക്കാരി തന്നെ പറയുന്നത്. നമ്മളാരും പറഞ്ഞതല്ല കേട്ടോ. അപ്പൊ അവൻ എന്താണ്, കരഞ്ഞോണ്ട് പോയി ഡോറ് തുറക്കും. അതാണ് അവന്റെ അവസ്ഥ. അപ്പൊ അവൻ അവിടുത്തെ അടിമയാണോ എന്താണെന്നുള്ളത് പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യത്തിന് നീ തന്നെ മറുപടി പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് നീ തന്നെയാ പറഞ്ഞേക്കുന്നത്. ആരെങ്കിലും പിന്നെ ഡോറെ മുട്ടിയാൽ അല്ലെ ബെല്ലടിച്ചാൽ ആരൊക്കെയോ അവിടെ നിപ്പുണ്ട്, പോയി തുറക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബിസിനസ്സിനൊക്കെ കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അടിമയാണോ അടിമ. പിന്നെ ഈ വീഡിയോയുടെ ഒന്ന് കണ്ടു നോക്ക്. ഇവന് 2 ട്രോഫി കിട്ടി. ഈ ട്രോഫിയും കൊണ്ട് അവന് മറ്റേ ഡൈനിങ് ടേബിളിന്റെ അവിടെ കൊണ്ട് വെച്ചേക്കുക. അപ്പൊ ഇവിടെ ദിയ ഉണ്ട്, കൃഷ്ണകുമാറുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവൻ ആ ട്രോഫി കൊണ്ട് വെച്ചിട്ട് പോലും ഒന്ന് മൈൻഡ് ചെയ്യാനോ അവന് ഒരു വില കൊടുക്കുന്നില്ല ആ വീട്ടിൽ സത്യത്തിൽ. എന്നിട്ട് വലിയ മഹത്വം പറയുകയാണ്. പിന്നെ മറ്റേത് കളിച്ചോ? എന്ത് കിട്ടി? I was almost always insecure because എന്റെ കൂടെ നിൽക്കുന്നവരെ ഓൾവേസ് വേറെ പെണ്ണുങ്ങളായിരുന്നു നോക്കുന്നത്. I had a huge crush on him. ഇപ്പൊ എന്തെങ്കിലും കൈ കടിക്കുന്നവനെ he hold everything. എന്നോട് പറയും നീങ്ക വന്നാ മട്ടും പോതുങ്ക. എനിക്ക് ഫീലിട്ടുണ്ട് എന്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അത് എന്നെ വേറൊന്നും കണ്ടിട്ടൊന്നുമല്ല. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അശ്വിൻ എന്നാണ് ഇവിടെ ദിയ പറഞ്ഞു വെക്കുന്നത്.
എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കണ്ടു നോക്കി. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം ഇവർക്കെതിരായിട്ടുള്ള വീഡിയോകൾ നിരവധി വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോയുടെ നിങ്ങളൊന്ന് കാണേണ്ട വീഡിയോ തന്നെയാണ്. കാരണം മറ്റുള്ളവരെ ആരെയും ബഹുമാനിക്കാൻ അറിയാത്ത, മറ്റുള്ളവരെ ആരെയും ഞാൻ ബഹുമാനിക്കത്തില്ല എന്ന് പറയുന്ന ദിയ, അത് എന്ത് അടിസ്ഥാനമാണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. അത് വീട്ടിൽ പഠിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും കൃഷ്ണകുമാർ പറയുന്നത് ഞാൻ പശുവിനെ വരെ ഗോമാതാവെന്ന് വിളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതോടെ കണ്ടു. വഴി കൂടെ പോകുന്നവരെ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. അപ്പൊ ദിയാകൃഷ്ണ കെട്ടിയോന്റെ അമ്മ വഴി കൂടെ പോകുന്ന ആളെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഫാമിലി വിചിത്രമായ ചില സ്റ്റേറ്റ്മെന്റ് ഇടയ്ക്ക് പറയാറുണ്ട്. അങ്ങനെയല്ലേ വരത്തുള്ളൂ. പബ്ലിക് ആയിട്ട് ഇവർക്ക് വിളിച്ച് പറയാമെങ്കിൽ പബ്ലിക് ആയിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാന്നുള്ളതാണ്. അല്ല, ഈ വാവിട്ട കോടാലിയല്ലേ അങ്ങനെ പറ്റുന്നില്ലേ? പക്ഷേ ഈ പകതിവ് വേണം നമ്മൾ എന്തൊക്കെ പറയാന്നുള്ളത്. കണ്ടല്ലോ, ഇങ്ങനെ ആൾക്കാർ ഓരോരുത്തരും എടുത്ത് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെഗറ്റീവ് പ്രതികരണങ്ങൾ വരുമ്പോൾ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇതൊക്കെ നടക്കുമ്പോഴാണ് പേളിമാണിയെ കുറിച്ച് നിരവധി കമന്റുകൾ ഈ കമന്റ് ബോക്സിൽ വരുന്നത്. പേളിമാണിയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ആ ഒരു പെൺകൊച്ചിനെ അനിയത്തിയെ പോലെ കാണുന്നുണ്ട് ഈ പറയുന്ന പേളിമാണി എന്ന് പറയുന്നു. അവരെ ഈ പറയുന്ന അമ്മായിയമ്മയെ അമ്മയെന്ന് പോലും വിളിക്കാൻ കഴിയാത്തവർ ഇത് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് നിരവധി വരുന്നത്. എന്തായാലും ദിയാകൃഷ്ണയ്ക്കിട്ട് ആൾക്കാർ നല്ല രീതിയിൽ തന്നെ വിമർശനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ദിയയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. സത്യം പറഞ്ഞാൽ അതെന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം സത്യമല്ലേ ആൾക്കാർ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി ആൾക്കാരെ വിളിക്കുക എന്ന് പറഞ്ഞ ഒരു പരാമർശത്തിന് മാത്രം പുള്ളിക്കാരി സോറി പറഞ്ഞിട്ടുമുണ്ട്. ബാക്കി പുള്ളിക്കാരി ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരിക്ക് ശരിയെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാൻ ഇനി എന്തൊക്കെ നടക്കുമെന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും